ഇന്നത്തെ അറിയിപ്പുകൾ. ഇന്ത്യയിൽ ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ദക്ഷിണേന്ത്യയിൽ പൊതുവെ മഴ കുറയും. എൽനിനോ പ്രതിഭാസമാണ് മഴക്കുറവിന് കാരണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇടവപ്പാതി എന്നറിയപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷം പെയ്യുന്നത്. ജൂൺ ജൂലൈയിൽ തന്നെ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാം. പസഫിക് സമുദ്രോപരിതലം അസാധാരണമായി ചൂടാകും. ഇന്ത്യയിലെ കാലവർഷത്തെ ഇത് ബാധിക്കും. കേരളത്തിലെ മഴയെയും താപനിലയെയും എൽനിനോ ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 92% ലാഭിക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് വിലയിരുത്തൽ. 90 മുതൽ 95% വരെയുള്ള മഴ സാധാരണയിൽ കുറഞ്ഞ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇടവപ്പാതിയുടെ രണ്ടാം പകുതിയിൽ മഴ കുറവാകാനാണ് സാധ്യത. കേരളത്തിൽ ഇത്തവണ വേനൽ മഴയിലും കുറവുണ്ട്. ഇതിനു മുൻപ് കേരളത്തിൽ ഉഷ്ണതരംഗമുണ്ടായത് 2016-ലും 2024-ലും ആയിരുന്നു. ഇവ രണ്ടും എൽനിനോ വർഷങ്ങളായിരുന്നു. കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണ തോതിലായിരിക്കുമെന്നാണ് സ്കെമെറ്റ് എന്ന സ്വകാര്യ ഏജൻസി പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ചൂടിന്റെ പേരിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ 39.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാതം സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം. ഇന്നലെ പാലക്കാടാണ് സംസ്ഥാനത്തെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 32.2 ഡിഗ്രി സെൽഷ്യസ് ആണത്. ഇന്നും പാലക്കാട് 40 ഡിഗ്രിയിലേക്ക് ചൂടെത്തുമെന്നാണ് അറിയിപ്പ്. നിർജ്ജലീകരണം തടയാനും നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വേനൽ ചൂട് കനത്തതിനാൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. തിങ്കളാഴ്ച വൈകുന്നേരം മാത്രം വൈദ്യുതി ഉപഭോഗം 5938 മെഗാവാട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് വൈദ്യുതി ഉപഭോഗം ഇത്രയും അധികം ഉയരുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗവും തിങ്കളാഴ്ച രേഖപ്പെടുത്തിയതാണ്. 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് തിങ്കളാഴ്ച മാത്രം ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ദിനംപ്രതി 8 ദശലക്ഷം യൂണിറ്റ് കൂടുതലാണ് ഈ വർഷത്തെ വൈദ്യുതി ഉപയോഗം. ഈ മാസം ഇതുവരെ 3 ദിവസം മാത്രമാണ് വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തിയത്. പ്രതിദിനം ശരാശരി 101.97 ദശലക്ഷം യൂണിറ്റാണ് ഇപ്പോഴത്തെ ഉപയോഗം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ശരാശരി 93.57 ദശലക്ഷം യൂണിറ്റായിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന തോതും കൂടി. ഈ മാസം 7-ന് 86.58 ദശലക്ഷം യൂണിറ്റ് വരെ വാങ്ങേണ്ടി വന്നു. ഫെബ്രുവരിയിൽ സർചാർജ് കൂടുതൽ വാങ്ങിയതിനാൽ ഏപ്രിലിൽ പ്രതിമാസം ബിൽ നൽകുന്നവർക്ക് ഇന്ധന സർചാർജ് ഉണ്ടായിരുന്നില്ല. 2 മാസം ബിൽ നൽകുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും. എന്നാൽ മാർച്ച് 2-ാം വാരം തന്നെ വൈദ്യുതി ഉപയോഗം സെഞ്ചുറി കടന്നതിനാൽ അടുത്ത മാസത്തെ സർചാർജിൽ ഇത് പ്രതിഫലിക്കും. ഏറ്റവും കുറഞ്ഞത് യൂണിറ്റിന് 10 പൈസയെങ്കിലും കൂടുതൽ നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പായി. സംസ്ഥാനത്ത് ഇനി 3 ആശുപത്രികളിൽ കൂടി സമരം ഒത്തുതീർപ്പാകാനുണ്ട്. ആശുപത്രി മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചയിലാണ് കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പായത്. ശമ്പള വർധനവടക്കം പരിഗണിക്കാമെന്ന് ഉറപ്പു ലഭിച്ചെന്ന് നഴ്സുമാർ അറിയിച്ചു. 6 ആശുപത്രികളിൽ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയാണ് വിജയം കണ്ടത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടക്ക ശമ്പളം 36,000 രൂപയും മൈത്രയിൽ ശമ്പളം 37,000 രൂപയുമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഇനി സമരം ഒത്തുതീർപ്പാകാനുള്ളത് 3 ആശുപത്രികളിൽ മാത്രമാണ്. വെള്ളിയാഴ്ച മുതലാണ് UNAയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. 1 മാസം മുൻപ് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരം ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. എന്നാൽ ശമ്പള വർധനവിൽ നടപടികൾ കൈക്കൊള്ളാത്തതുകൊണ്ട് സമരം പുനരാരംഭിക്കുകയായിരുന്നു. 40,000 രൂപ മിനിമം വേതനം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് മാർച്ചിലാണ് തുടങ്ങിയത്. ശമ്പള വർധനയിൽ UNAയുമായി ധാരണയിലെത്താത്ത എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ആശുപത്രികളിലാണ് ശക്തമായ സമരം ഉണ്ടായത്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.